ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ റെസിപ്പി ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു കേക്കാണ് ടോപ്പ് ഫോർവേഡ് കേക്ക്. അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ വാനിലയുടെ സ്പഞ്ച് കേക്കാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. 1/2 കിലോയുടേത്. അതിന് ഞാൻ ഒരു സൈഡ് ഇതേപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതേപോലെ അതിൻ്റെ ഒരു 1/4 ഭാഗം മാത്രം കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇതിപ്പോൾ ഞാൻ 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതേപോലെ 1/4 ഭാഗം കട്ട് ചെയ്ത ശേഷം ഇതേപോലെ 2 ലെയറായിട്ട് നിങ്ങൾ കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ വേണമെങ്കിൽ ലെയറാക്കാം. ഞാനിപ്പോൾ ഇതേപോലെയാണ് ലെയറാക്കി എടുത്തിരിക്കുന്നത്. അതിനുശേഷം ഫസ്റ്റ് ലെയർ വെച്ച് അതിലേക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഞാനിവിടെ ക്രീം ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്ത ശേഷം അതിലേക്ക് ഞാൻ കുറച്ച് നട്ട്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ നട്ട്സ് കേക്കാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഞാൻ ചോക്ലേറ്റും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം രണ്ടാമത്തെ ലെയർ വെച്ച് കൊടുക്കുക. അതേപോലെ തന്നെ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കുക അതിലേക്ക്. അതിനുശേഷം ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്ത ശേഷം ഞാൻ അതേപോലെ കുറച്ച് നട്ട്സും കുറച്ച് ചോക്ലേറ്റും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൽ വാനില സ്പോഞ്ച് കേക്ക് എങ്ങനെ ഉണ്ടാക്കുന്ന റെസിപ്പി ഞാൻ വീഡിയോ ഇതിന് മുമ്പ് ഞാൻ ഇട്ടതാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ കീഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇപ്പോൾ മൂന്നാമത്തെ ലെയർ വെച്ച് കൊടുക്കുക. വെച്ച് കൊടുത്ത ശേഷം ഷുഗർ സിറപ്പ് ഇട്ടതിന് ശേഷം നമ്മളൊന്ന് കേക്കൊന്ന് ഡ്രം കോട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഈ കേക്കിനെ തിരിച്ചു വെച്ച് കൊടുക്കണം. ഇതേപോലെ ഒന്ന് തിരിച്ചു വെച്ച് കൊടുക്കുക നമ്മൾ കേക്കിൻ്റെ മുകളിലായിട്ട് ഇനി ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. കേക്കിൽ നിന്ന് 2 സൈഡും ലെയർ വിട്ട് വരാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ ഇതേപോലെ അതിൽ കേക്കിലേക്ക് ഇതേപോലെ 2 സൈഡും ഒരു സ്ട്രോ വെച്ച് കൊടുക്കാം. അപ്പോൾ 3 ലെയറിൽ നിന്ന് വിട്ട് വരില്ല. ഇനി നമ്മൾ തിരിച്ച് വെച്ചാണ് കേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ മുകളിൽ നിന്ന് കീഴെ ഇറക്കി കൊടുത്താൽ മതി. ഇനി ഞാനിവിടെ കേക്ക് ഫുള്ളായി ഐസിങ് ചെയ്തെടുക്കുന്നുണ്ട്. കേക്ക് ഇപ്പോൾ ഫുള്ളായിട്ട് ഐസിങ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ ഒന്ന് നമ്മൾ കേക്കിലേക്കൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു ഡിസൈൻ വരും. സിമ്പിളായിട്ടുള്ള ഒരു ഡിസൈനാണ്. ഞാൻ അപ്പോൾ അതേപോലെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്ത് എല്ലാ സൈഡും ഇതേപോലെ ഒന്ന് ഡിസൈൻ ചെയ്ത് എടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ കുറച്ച് വിപ്പിംഗ് ക്രീം വേറൊരു പാത്രത്തിലേക്ക് കുറച്ചെടുത്തിട്ട് അതിലേക്ക് റെഡ് കളർ ഞാൻ കുറച്ച് ഒരു ഡ്രോപ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഞാനൊരു പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഞാൻ
അതും കൊണ്ട് ഇതേപോലെ റോസ് വരച്ച് ഞാൻ ഇതിൻ്റെ മുകൾ വശത്തായിട്ട് ഇതേപോലെ ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ താഴെയും 2 ഫ്ലവർ ഇതേപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് ഗ്രീൻ കളറ് മിക്സ് ചെയ്ത ശേഷം അതൊരു പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റിയിട്ടുണ്ട് വിപ്പിംഗ് ക്രീം. അത് ഇതുപോലെ തന്നെ ലീഫ് നോസിലിട്ട് ഇതേപോലെ ഒന്ന് അവിടെ ഒരിടങ്ങളിലായിട്ട് ഞാൻ ലീഫ് വരച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഷുഗർ ബാൾസ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാ സൈഡും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഷുഗർ ബാൾസ്. ഇത് കളർ മിക്സ്ഡുള്ള ഷുഗർ ബാൾസാണ്. ഇപ്പോൾ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും ടോപ്പ് ഫോർവേഡ് കേക്കാണിത്. ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വണ്ടേ റെസിപ്പി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.